ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് സയ്യിദുൽ ബശർ 56-ാമത്തെ ക്ലാസ്. ഈ ക്ലാസ്സിലെ നമ്മൾ പരാമർശിക്കുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയും അതിന്റെ ലക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ചതാണ്, അങ്ങനെയുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ചില ഭാഗങ്ങൾ കഴിഞ്ഞ പാഠത്തിന്റെ ചില തുടർച്ചകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാം. അതിന്റെ കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ദലാഇലുസ് സിദ്ഖി വ ഖറാഇനുഹു, സത്യസന്ധതയുടെ തെളിവുകളും അതിന്റെ സാഹചര്യങ്ങളും. ഫലമ്മ അസ്ബഹ, ദലീല് ദലാഇല്, ഖരീനത്ത് ഖറാഇന്, സാഹചര്യങ്ങൾ. ഫലമ്മ അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം വെളുത്തപ്പോൾ, ബിമക്കത്ത, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ എത്തിയപ്പോൾ, ഗദാ അല ഖുറൈശിൻ ഫഅഖ്ബറഹുമുൽ ഖബർ, ഖുറൈശികളുടെ അടുത്തേക്ക് ചെന്നു, അവരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. പറയണോ പറയണ്ടേ? പറയാൻ തീരുമാനിച്ചു. ചെന്ന് പറഞ്ഞു. ഫഖാല അക്സറുഹും, അധിക ആളും പറഞ്ഞു, ഹാദാ വല്ലാഹി ഇംറുൽ ബയ്യിൻ, ഇതൊരു അങ്ങനെ സംഭവമാണല്ലോ, ഇതൊരു വലിയ സംഭവമാണല്ലോ. നിഷേധാത്മകമായി പറഞ്ഞവരുണ്ട്. വല്ലാഹി ഇന്നൽ ഐറ ലതത്റുദു ശഹ്റൻ ബിമക്ക മിൻ മക്കത്ത ഇല ശാം. വല്ലാഹി ഇന്നൽ ഐറ, ഈ യാത്രാ സംഘം, ലതത്റുദു ശഹ്റൻ, ഒരു മാസത്തോളം അതിവേഗതയിൽ യാത്ര ചെയ്യുന്നതാണ്. മിൻ മക്കത്ത ഇല ശാം, മക്കയിൽ നിന്ന് ഷാമിലേക്ക് ഒരു മാസത്തോളം ഹൈ സ്പീഡിൽ അവർ യാത്ര ചെയ്യുന്നതാണ്. മുദ്ബിറത്തൻ ഷഹ്റൻ മുഖ്ബിലത്തൻ, ഒരു മാസം ഇങ്ങോട്ടും ഒരു മാസം അങ്ങോട്ടും വേണം. അങ്ങനെയുള്ള യാത്ര ഒരു രാത്രിന്റെ പകുതി സമയം കൊണ്ട് ഇന്നലെ കിടക്കുമ്പോൾ ഇവിടെ ഉണ്ട്, ആ ആള് പോയിട്ട് വന്നു എന്ന് പറയുന്നത്. അഫ യദ്ഹബു ദാലിക മുഹമ്മദുൻ ഫീ ലൈലത്തിൻ വാഹിദ, ഇത്രയും വലിയ യാത്ര പോയി വരികയെ, മുഹമ്മദ് പോയി വരിക, ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രിയിൽ. വയർജിഉ ഇലാ മക്കത്ത്, എന്നിട്ട് മക്കയിലേക്ക് തിരിച്ചെത്തുക. ഫസാറ ബഅദുഹും യുസ്ഫിഖു, ചിലർക്ക് അങ്ങനെ കൈമുട്ടിച്ചിരിക്കാൻ തുടങ്ങി. വബഅദുഹും യദഉ യദഹു അലാ റഅസിഹി, ചിലർ കൈ തലയുടെ മുകളിൽ വെക്കാൻ തുടങ്ങി. മുതഅജ്ജിബൻ, അത്ഭുതം പ്രകടിപ്പിച്ചു. വഫ്തതന കസീറും മിമ്മൻ ആമന ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച പലരും ഇത്ര എങ്ങനെയാണ് ഞങ്ങൾ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് ചിലരൊക്കെ അവിശ്വസിച്ചു. ഹത്തർത്തദ്ദനാസും മിൻഹും, ചിലരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി. വസഅഉ ബിദാലിക ഇലാ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, ഈ അവസരം കിട്ടിയപ്പോൾ അവരെന്ത് മനസ്സിലാക്കി? ഇത് ഉപയോഗിച്ചിട്ട് അബൂബക്കറിനെ പിന്തിരിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അവർ ഓടിച്ചെന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഈ വിഷയങ്ങൾ പറഞ്ഞു. ഫഖാല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവഖാല ദാലിക്, അങ്ങനെ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഖാലൂ നഅം, അതേ പറഞ്ഞിട്ടുണ്ട്. ഖാല ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇന്നി ലഉസദ്ദിഖുഹു, ഞാൻ അംഗീകരിക്കുന്നു. ബിമാ ഹുവ അബ്അദു മിൻ ദാലിക, ഇതിനപ്പുറം പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. കാരണം അസ്ദഖു ബിഖബരി സ്സമാഇ ഫീ ഗദ്വത്തിൻ ഔ റൗഹത്തിൻ ഫദാലിക സുമ്മിയ അബൂബക്കർ സിദ്ദീഖ്. ഉസദ്ദിഖു ബിഖബരി സ്സമാഇ, ആകാശ വിഷയത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ഫീ ഗദ്വത്തിൻ ഔ റൗഹത്തിൻ, അത് ഒരു രാവിലെ ആയാലും വൈകുന്നേരമായാലും ഒരു ചെറിയ യാത്രയിൽ പോയി വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു, എനിക്ക് നിഷേധമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സുന്നിയ അബൂബക്കർ അസ്സുദ്ദീഖ് എന്ന് വിളിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ്. എല്ലാം അംഗീകരിക്കുന്ന സത്യസന്ധതയുടെ സഹചാരിയുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വജഅലൽ മുശ്രികൂന യഖ്തബിറൂനഹു, മുശ്രിക്കീങ്ങൾ വന്ന് ഈ അവസരം ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് അവര് പരീക്ഷിക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. ഫസ്തൗസഫൂഹു അൽ മസ്ജിദ് അൽ അഖ്സ, മസ്ജിദ് അൽ അഖ്സയെ കുറിച്ച് പറയാൻ പറഞ്ഞു. കണ്ടതല്ലേ പറയൂ. വഹുവ ലം യറഹു മിൻ ഖബ്ൽ, നബി തങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല. വഫീഹിം മൻ ഖദ് റആഹു, കണ്ടവർ കൂട്ടത്തിൽ ഉണ്ട് താൻ. ഖദ് ഫസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസിഫുഹു ലഹും, നബി തങ്ങൾ വിവരിച്ചു കൊടുത്തു അവർക്ക്.
വയഉദ്ദു ലഹും ബാബൻ ബാബൻ. നബിതങ്ങൾ ഓരോ വാതിലും ഇങ്ങനെ കണ്ട് കണ്ട് എണ്ണി പറഞ്ഞു കൊടുത്തു. ഹത്താ ഖാമൽ ഖൗം, അങ്ങനെ അവർ എഴുന്നേറ്റു. അമ്മന്നാസ് ഫവല്ലാഹി ഖദ് അസ്വാബ്. എന്താ നടന്നത്? പറഞ്ഞതൊക്കെ റെഡിയാണ്, കണ്ടവർക്കറിയാം ഈ പറഞ്ഞത് കറക്റ്റാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, ലമ്മാ കദബനി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെങ്ങനെ നിഷേധിച്ച് എന്നെ ചോദ്യം ചെയ്തപ്പോ, ഖുംതു ഫിൽ ഹജ്ർ, ഞാൻ ഹിജ്റിൽ ചെന്ന് നിസ്കരിച്ചു. ഫജല്ലല്ലാഹു ലി ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദിസ് എനിക്ക് അല്ലാഹു ഇങ്ങനെ കാണിച്ചു തന്നു. ഫതഫിഖ്തു ഉഖ്ബിറുഹും, ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അന്നായാതിഹി, അതിന്റെ ഓരോ ലക്ഷണങ്ങളും. വഅന അൻദുറു ഇലൈഹി, ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയാണ് പറയുന്നത്. അഖ്ബറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഗൈരിഹിം, ഇവിടെ നിന്ന് പോയ ഒരു സംഘത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. അന്നഹു ഖദ് മർറ ബിഹാ ബിമക്കാനി കദാ വഅന്നഹ യഖ്ദിമൂന ബിമക്കത യൗമ കദാ വഫീ മുഖദ്ദിമിഹാ ജമലു കദാ. ആ സ്ഥലം ഇപ്പൊ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവർ ഇന്ന ദിവസം മക്കയിലെത്തും, അതിന്റെ ഫ്രണ്ടിലുള്ള ഒട്ടകം ഇന്ന ഒട്ടകമാണ് എന്നടക്കം നബിതങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഫലമ്മാക്കാൻ ദാലിക്കല്യവും അഷ്റഫന്നാസു യൻതളിറൂൻ, ആ പറയപ്പെട്ട ദിവസമായപ്പോ എല്ലാവരും കാത്തുനിന്നു. ഫഅഖ്ബലത്തിൽ ഐർ, ആ സംഘം വന്നു. ഖരീബൻ മിൻ നിസ്ഫിൻ നഹാർ, ഒരു ഉച്ചയോടടുത്ത സമയം. യഖ്ദിമുഹും ദാലിക്കൽ ജമൽ, മുമ്പിലുള്ളത് നിബിതങ്ങൾ പറഞ്ഞ ഒട്ടകം തന്നെയായി. ഫബുഹിതല്ലദീന കഫറു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിശ്വാസികൾ അവരുടെ ഈ വാദഗതിയിലും അവരുടെ ഈ ചോദ്യം ചെയ്യലിലെല്ലാം പരീക്ഷണത്തിലെല്ലാം പരാജയപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റുമായി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യാത്രയിൽ നിബിതങ്ങൾ പറഞ്ഞ സത്യസന്ധതകളെല്ലാം കൃത്യമായി പുലരുന്നു. നിബിതങ്ങൾ പറഞ്ഞ സാഹചര്യങ്ങൾ പോലും വളരെ വ്യക്തമായി, അതാ തിരിച്ചു വരുന്ന സമയത്തുള്ള ഒട്ടകരോഷം മാറാം, അതുപോലും മാറാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ ഒട്ടകം ഫ്രണ്ടിൽ വരുന്നു. അപ്പൊ ഒരു സത്യസന്ധതയുടെയും അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ വ്യക്തത അവരുടെ കണ്ണിലെ ഇരുട്ട് കളയുന്നു, ഇരുട്ടകറ്റിക്കളയുന്നതായി മാറുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചവർക്ക് കൂടുതൽ അന്തസ്സും കൂടുതൽ അഭിമാനവും കൂടുതൽ സന്തോഷവും എല്ലാം നൽകുന്ന വലിയ ഒരു സന്ദേശം, വലിയൊരു യാത്രയായി അല്ലെങ്കിൽ വലിയൊരു ഗിഫ്റ്റായി ഇസ്രാ മിഅ്റാജ് മാറുന്നു. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രമല്ല, ഈ ഉമ്മത്തിന് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആയി, വലിയൊരു സമ്മാനമായി ഈ യാത്ര മാറുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ധാരാളമായി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ നബിതങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാനും ആ നബിതങ്ങളുടെ ആളാകാനും അവിടുന്ന് പഠിപ്പിച്ച നല്ല സന്ദേശങ്ങളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി വളർത്തിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.